ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മുടി വളരാനായിട്ടും അതുപോലെ തന്നെ കറുപ്പ് നിറം ലഭിക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. ഇത് ഷാമ്പൂവിൻ്റെ ഗുണം നൽകുന്ന ഒരു ഹെയർ പാക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയെല്ലാം യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്കിതിനായിട്ട് വേണ്ടത് ഒരു നെല്ലിക്കയാണ് ആദ്യമായിട്ട് വേണ്ടത്. മുടി വളരാനായിട്ട്, മുടി കൊഴിച്ചിലകറ്റാനായിട്ടും ഒക്കെ നെല്ലിക്ക വളരെ നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മുടിക്ക് അതുപോലെ തന്നെ കറുപ്പ് നിറം നൽകാനായിട്ടും നെല്ലിക്ക ഉപയോഗിക്കുന്ന വഴി സാധിക്കും. അപ്പോൾ ഞാൻ നെല്ലിക്ക ഒന്ന് കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അത് കുരു മാറ്റിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നെല്ലിക്ക കുറച്ച് തൈരിലിട്ട് കുറച്ച് സമയം വയ്ക്കുകയാണ്. ഒരു 2 മണിക്കൂർ ഇതുപോലെ തൈരിൽ ഇട്ട് വയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ തൈര് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാം കേട്ടോ. അത് മുടി വളരാൻ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ നെല്ലിക്ക തൈരിലിട്ട് അല്ലെങ്കിൽ പാലിലിട്ട് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് അരച്ച് മുടി പുരട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വേറെ കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഉണ്ടാക്കാം. ഇപ്പോൾ തൈര് നമ്മുടെ തലയ്ക്ക് നല്ല കുളിർമ നൽകാനും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും ഒക്കെ നല്ലതാണ്. 2 മണിക്കൂറിന് ശേഷം ഞാൻ ഈ തൈരും അതുപോലെ നെല്ലിക്കയും കൂടി മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. തൈര് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. തൈരിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി എന്നിവയൊക്കെ മുടിയെ ഹെൽത്തി ആയിട്ടിരുത്താനായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ശിക്കക്കായ പൗഡറാണ്. ഒരുപാട് പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ശിക്കക്കായ, അല്ലെങ്കിൽ ചീവക്കായ എന്നൊക്കെ പറയും. അത് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഒരു ഹെർബൽ ഷാമ്പൂ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണിത്. അപ്പോൾ അതൊരു സ്പൂൺ കൂടി നമ്മൾ ഈ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തായിട്ട് നമുക്ക് 2 ചെറിയ കാര്യങ്ങൾ കൂടി ചെയ്യണം. നമ്മൾ ഈ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു പാക്കിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഓയിൽ, ഇപ്പോൾ ഞാനിവിടെ ഒണിയൻ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലാണ് കയ്യിലുള്ളതെങ്കിൽ അത് ഒരു സ്പൂൺ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അല്പം വൈറ്റമിൻ ഇ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ ഈ ഒരു പാക്കിലേക്ക് ചേർക്കാവുന്നതാണ്. മുടി വല്ലാതെ ഡ്രൈ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതുകൂടി ചേർത്തിട്ട് പാക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ മുടി നന്നായിട്ട് ചീകി വൃത്തിയാക്കി അതിൻ്റെ ചടയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ മുടിയിൽ അത്യാവശ്യം ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് സ്കാൽപ്പിലൊക്കെ ഓയിലൊക്കെ പുരട്ടി ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പാക്കാണ് ഇടുന്നത്. പാക്ക് നമുക്ക് സാധാരണ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിലും ഒക്കെ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്കാൽപ്പിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനായിട്ടും സഹായിക്കും. താരൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ മാറിക്കിട്ടും. നമ്മളിതുപോലുള്ള പാക്കുകൾ യൂസ് ചെയ്താൽ പല ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ തന്നെയും നമുക്കിപ്പോൾ അങ്ങനെ സമയമില്ല, ഒരു ഷാമ്പൂ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ മുടിയൊന്ന് നനച്ചതിന് ശേഷം ഇത് നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയാം. ആ ഒരു രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം സമയമൊക്കെ അനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുക. പിന്നെ മുടി കൊഴിച്ചിലുള്ളവർ നന്നായിട്ട് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മുട്ട നമ്മൾ ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇനിയുള്ള വീഡിയോയിലും ഇതേപോലെ ടിപ്സുകൾ കൂടി, നമ്മൾ ഹെൽത്ത് ടിപ്സുകൾ കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് പറയും. അപ്പോൾ അതുകൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഡൗട്ട്സുകളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.